നമസ്കാരം. കേരള ആരോഗ്യമന്ത്രി വീണ ജോർജുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സന്നദ്ധത അറിയിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ. അടുത്തയാഴ്ച തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി കൂടിക്കാഴ്ച നടത്തിയേക്കും. ഇന്നലെ കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിരുന്നത് താൻ അറിഞ്ഞിരുന്നില്ലെന്ന് ജെ.പി. നദ്ദ വ്യക്തമാക്കി. ആശാവർക്കറുമായി ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് വീണ ജോർജ് ഡൽഹിയിലേക്ക് പോയത്. മുൻകൂട്ടി അനുമതിയില്ലാതായിരുന്നോ യാത്രയെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല. പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ മുൻകൂട്ടി അനുമതി തേടുന്നതിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് വീഴ്ച പറ്റിയെന്ന ആക്ഷേപവും ഉയർന്നു. ബുധനാഴ്ച വൈകിട്ട് കത്ത് നൽകിയിരുന്നതായും എന്നാൽ അനുമതി ലഭിച്ചില്ലെന്നുമാണ് ഇത് സംബന്ധിച്ചുണ്ടായ വിശദീകരണം. ഇക്കാര്യത്തിൽ ഫേസ്ബുക്കിൽ മന്ത്രി വീണ ജോർജ് പ്രതികരണവുമായി രംഗത്തെത്തി. അനുവാദം നൽകുമെന്ന് പറഞ്ഞതായി വാർത്തകൾ വരുന്നത് നല്ല കാര്യമാണെന്നും തന്റെ കത്തിന് മറുപടിയോ അറിയിപ്പോ ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്രത്തിന് അയച്ച ഇമെയിലും മന്ത്രി പുറത്തുവിട്ടു. മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് അനുവാദം ലഭിക്കുന്നുണ്ടെങ്കിൽ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കാണുമെന്നും വീണ ജോർജ് പറഞ്ഞു. ചില മാധ്യമങ്ങൾ തന്നെ ക്രൂശിക്കാൻ ശ്രമിക്കുകയാണെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മന്ത്രിയുടെ കുറിപ്പ് ഇങ്ങനെയാണ്: കേന്ദ്ര ആരോഗ്യമന്ത്രി അടുത്തയാഴ്ച കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം നൽകുമെന്ന് പറഞ്ഞതായി വാർത്തകൾ വരുന്നു. നല്ല കാര്യം. ബി.ജെ.പി. നേതാവ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ മന്ത്രിയുടെ തട്ടിപ്പ്, മന്ത്രിയുടെ യാത്ര പ്രഹസനമോ, മന്ത്രിയുടെ മോണോ ആക്ട് എന്ന് പറഞ്ഞ് ഒരു ദിവസം മുഴുവൻ ആക്രമിച്ച് മതിയാകാതെ ഇന്ന് രാവിലെ ഞാൻ കേരളത്തിൽ വന്നിറങ്ങിയപ്പോൾ അപ്പോയിന്റ്മെന്റ് ചോദിച്ചതിലെ കുറ്റം കൊണ്ടാണ് അനുവാദം ലഭിക്കാത്തതെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. ഇന്നവർ രാവിലെ ബ്രേക്ക് ചെയ്ത വീണ ജോർജിന്റെ വാദം തള്ളി കേന്ദ്രം കത്ത് നൽകിയത് ബുധനാഴ്ച രാത്രി വൈകി എന്ന വാർത്ത സമർത്ഥിക്കാനാണ് ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് കേന്ദ്രത്തിന്റെ അപ്പോയിന്റ്മെന്റിനായി കത്തയച്ചത് എന്നായിരുന്നു ആവർത്തിച്ചുള്ള ചോദ്യം. എപ്പോൾ കത്തയക്കണമായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. അപ്പോയിന്റ്മെന്റ് തേടിയുള്ള കത്തിന് എന്റെ ഓഫീസിലേക്കോ എനിക്കോ മറുപടിയോ അറിയിപ്പോ ഇതുവരെ ലഭിച്ചിട്ടില്ല. മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് അനുവാദം ലഭിക്കുന്നുണ്ടെങ്കിൽ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കാണും. അപ്പോയിന്റ്മെന്റിന് അനുവാദം തേടി ഇമെയിലിൽ അയച്ച കത്ത് ഡിജിറ്റൽ തെളിവ് കൂടിയാണല്ലോ. കേരള വിരുദ്ധതയിൽ അഭിരമിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരുടെ നുണപ്രചാരണങ്ങളെ തുറന്നുകാട്ടുവാൻ ഇതുകൂടി ഇവിടെ ചേർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ ജോർജ് കേന്ദ്രത്തിന് അയച്ച ഇമെയിലിന്റെ സ്ക്രീൻഷോട്ടും ചേർത്തിരിക്കുന്നത്.